അപ്പം ഞങ്ങൾ മുകളിലേക്ക് നടാൻ വേണ്ടി അതിൻ്റെ വഴി ഒന്ന് ക്ലിയർ ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു മരം മറിഞ്ഞ് ചാടിയായിരുന്നു, അത് ആദ്യം എടുത്ത് മാറ്റട്ടെ. മരം മാറ്റിയിട്ട് അവിടെ ഒന്ന് ഒരു വഴി ക്ലിയർ ചെയ്തിട്ട് വേണം മുകളിലത്തെ പുല്ല് പതുക്കെ ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പം മരം മാറ്റിയപ്പോൾ മുകളിലേക്ക് പോകാനൊരു വഴിയായി. ഇനി മുകളിലത്തെ ഉണങ്ങിയ പുല്ലെല്ലാം ആദ്യം മമ്മട്ടി കൊണ്ട് വാരി മാറ്റുകയാണ്. ഈ എടുക്കുന്ന പുല്ലെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് പിന്നെ ആ ഭാഗത്ത് കൃഷി ചെയ്ത് തുടങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കുറച്ച് പുല്ല് ഇവിടെ കത്തിച്ചായിരുന്നു. അപ്പം അവിടെ നമ്മൾ നടാൻ വേണ്ടി ഇപ്പോൾ വെള്ളം ഒഴിച്ചിടുക. ഇപ്പം നമ്മൾ മണ്ണ് കുഴിച്ചിട്ട് അത് തിരിച്ചെന്തിനാ ഇടണമെന്ന് വെച്ചാൽ ഇപ്പം അവിടുത്തെ മണ്ണ് നല്ല ലൂസ് മണ്ണായിരിക്കും. അപ്പം അവിടെ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നടുന്നതിൻ്റെ വേര് നല്ല രീതിയിൽ പിടിക്കുകയും താഴത്തേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ ചാണകം അതിൻ്റെ മുകളിലേക്കിട്ട് മണ്ണിൽ ചാണകവും മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നടാനായിട്ട്. ഇത് ഇങ്ങനെ കയറി ഇറങ്ങിയല്ലാതെ ലെവലാക്കണം. കയറി ഇറങ്ങി കിടക്കുമല്ലേ, വെള്ളമൊക്കെ കെട്ടി നിൽക്കും. വെള്ളം പൂട്ടി നിന്നു. ഞാൻ തുറന്നു വിട്ടെ. മഴ പെയ്യുന്നതിന് മുന്നാകെ എല്ലാം പരമാവധി കത്തിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ഏരിയ ക്ലിയർ ചെയ്യുക. ഇത് ക്ലിയർ ചെയ്താൽ കുറച്ചും കൂടെ സ്ഥലം നടാൻ വേണ്ടി കിട്ടും. നട്ടോ കുഴപ്പമില്ല. ഇതേതാ നട്ടോ കേട്ടില്ലേ? മത്തൻ നട്ടാ കുമ്പളം മുളയ്ക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? ഒരു മത്തനും കൂടി. വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോൾ കുറച്ച് മത്തൻ്റെ തൈകളും പിന്നെ വഴുതനങ്ങയുടെ തൈകളും ഒക്കെ കൊണ്ടു തന്നു. അപ്പം ഞങ്ങൾ ഈ റെഡിയാക്കി വെച്ച മണ്ണിൽ അതൊക്കെ നടുവാണിപ്പോൾ. ഞങ്ങൾ നേരത്തെ തെങ്ങിൻ്റെ ചുവട്ടിൽ നട്ട പാകിയ ചീര വിത്തുകളൊക്കെ ഇപ്പോൾ തൈയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ തൈയാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് നടുന്നത്. ആണോ? അവിടെ തന്നെ നട്ടോ.
പിടിക്കത്തോളം പിടിക്കട്ടെ. മത്തൻ നമുക്കേ അതൊക്കെ ഒരു സൈഡിലേക്ക് നീട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാം. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് ചീര പിടിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതുവരെ കയ്യിലുണ്ടായിരുന്ന ചീരത്തൈകളെല്ലാം നട്ട് കഴിഞ്ഞു. ജസ്റ്റ് അവസാനം വെള്ളം ഒന്ന് തളിച്ചിട്ട് ചീരയുടെ വേര് പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്നും